സത്യം കണ്ടുപിടിച്ചതിന് ശേഷം പ്രസവിച്ച അമ്മയേക്കാൾ വലിയ സ്ഥാനത്താണ് ഞാൻ അമ്മയെ കണ്ടത്. അമ്മ എന്നോട് ഒരിക്കലും കള്ളം പറയില്ല എന്ന് ഞാൻ കരുതി. ഞാനൊരു മൊണ്ടിയല്ലേ. ജീവന്റെ ശബ്ദം കേട്ടെന്ന് ഞാൻ പറഞ്ഞതല്ല. ഞാൻ കണ്ടത് ജീവനെയാണെന്ന് ഞാൻ തർക്കിച്ചതല്ല. എന്നിട്ടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ എന്നോട്. അയാൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതാമായിരുന്നില്ലേ? എന്തിനാ ഇത്രയും പേര് ഒന്നിച്ചു കൊലയ്ക്ക് കൊടുത്തത്? ഇതിൽ നിന്നും ആർക്കമ്മയെ രക്ഷപ്പെടാൻ പറ്റുക? അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞത് സത്യമാണ്. ഞാൻ അവന്റെ അടുത്ത് പോയിരുന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നപ്പോ അവന് നിന്നെ കൊല്ലണമായിരുന്നു. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കണമായിരുന്നു. നിന്നെ അവനെ കൊല്ലാൻ വിട്ടു കൊടുക്കണമായിരുന്നു. നീ പറഞ്ഞില്ലേ, നിന്നെ പ്രസവിച്ച അമ്മയേക്കാൾ നീ എന്നെ സ്നേഹിച്ചുവെന്ന്. ഞാൻ പ്രസവിച്ച മകനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? ഞാനൊരു സ്വാർത്ഥയായിരുന്നെങ്കിൽ
എന്റെ മകനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് അവനെ സ്നേഹിക്കാൻ തുടങ്ങാമായിരുന്നില്ലേ? ചെയ്തോ ഞാൻ? അവനിൽ നിന്നും നിന്നെ മറച്ചു വെക്കാൻ എനിക്ക് ഈ ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. നീ മറ്റൊരാളുടെ ഭാര്യയാണെന്നറിഞ്ഞ് അവൻ നിന്നെ തൊടില്ല എന്നുള്ളൊരു ധൈര്യം എനിക്ക് വേണം. നിനക്കൊരു ജീവിതം വേണം. വേണ്ട, എന്നെ കൊന്ന് കലിയടങ്ങുമെങ്കിൽ ജീവൻ എന്നെ കൊന്നോട്ടെ അമ്മ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇത്രയും കാലം കരഞ്ഞു. ഇനി ആ കരച്ചിൽ അവസാനിക്കട്ടെ. എന്തു ദൈവഭാഗ്യത്തിന് ഹരിയോട് എന്റെ കഴുത്തിൽ താലി കെട്ടരുതെന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു സത്യം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടില്ലേ? ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. വേറൊരു താലി ഞാൻ കഴുത്തിൽ അണിഞ്ഞൂടാ. ഞാൻ കഴുത്തിൽ അണിഞ്ഞൂടി. ജീവനെ സംബന്ധിച്ച് നീ ഇപ്പൊ ഹരിയുടെ ഭാര്യയാണ്. 6 വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടെന്ന അവൻ വിശ്വസിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും അവൻ അറിഞ്ഞാൽ നീ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞിരിക്കും. ഹരി, നീ ഇങ്ങ് വന്നേ മോനെ. നീ ഇരിക്കേ. നീ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും കടുത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ ജന്മത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലേ അമ്മാവ? ഞാൻ കുറെ നേരമായിട്ട് ചിന്തിക്കുകയായിരുന്നു, ആരുടെയാ കുഴപ്പമൊന്ന്? വീണയുടെയാണോ, നിത്യയുടെയാണോ, ജീവന്റെയാണോ എന്ന്. എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. പക്ഷെ ഒന്ന് വ്യക്തമാ, എന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരന്തങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോ എന്റെ ജാതകദോഷം എല്ലാവർക്കും ഫലിക്കുന്നതായിരിക്കും, അല്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ. എടാ ഹരി, അവിടെ സുജാതയുടെ നിത്യയുടെയും കരച്ചിൽ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? അനുഭവിച്ചു കൂട്ടിയതിന് വല്ല കണക്കുമുണ്ടോ? മോനെ, എന്തിൻ്റെ പേരിലായാലും നീ സുജാതയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. നിത്യയെ നീ സംരക്ഷിക്കണം. അവള്
ജീവനോടെ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ആകെ തിക്കും തിരക്കുമല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് പോവാൻ തീരുമാനിച്ചു. ആ, നല്ല കാര്യം. ഞാനിവിടുന്ന് പോണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. കല്യാണം നടന്നു, മണവാളിനും മണവാട്ടിക്കും ജീവിതം ആസ്വദിക്കുകയും ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാനെന്തിനാ? ആ, വൈകിട്ടാണെങ്കിലും ബോധോദിച്ചല്ലോ നിനക്ക്. ജീവിതത്തില് ഒരു നല്ല കാര്യം പറഞ്ഞല്ലോ നീ. അതെ, എൻ്റെ ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരരുതെന്ന്. ആ, അതിനുള്ള മാർഗം അച്ഛൻ തന്നെയാണ് കാണേണ്ടത്. ഞാനോ? 1-2 ദിവസം ഞാൻ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ കാണും. അതിനുള്ളിൽ സ്വത്തിൻ്റെ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ മനസ്സിലായില്ലേ? എൻ്റെ അവകാശം എനിക്ക് കിട്ടിയിരിക്കണമെന്ന്. എടി പെണ്ണേ, ഒരു തരി മണ്ണ് പോലും നിനക്ക് തരുതെന്ന എൻ്റെ ഒരു തീരുമാനം. ആ, എന്നാലും പോട്ടെ, മകളെന്നൊരു മേൽവിലാസം ഉണ്ടല്ലോ. അതുകൊണ്ട് സ്വത്തിലൊരു ചെറിയ ഭാഗം ഞാൻ അങ്ങോട്ട് തരും. അത് പറ്റില്ല. സ്വത്തിലൊരു ചെറിയ ഭാഗം എനിക്ക് തന്നിട്ട് ബാക്കി മുഴുവൻ ഈ മനുഷ്യന് കൊടുക്കാനാണെങ്കിൽ എനിക്കത് ചോദ്യം ചെയ്യേണ്ടി വരും. ഇത്രയും കാലം ഇയാളെ നോക്കി വളർത്തിയതല്ലേ, ഇനി പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കൊടുക്കാൻ അച്ഛന് മനസ്സുണ്ടായാലും കൈനീട്ടി വാങ്ങിക്കാതിരിക്കാൻ ഈ മനുഷ്യന് തോന്നണം. അതിന് നാണമില്ലായ്മ എന്നൊന്ന് വേണം. മതിയടി, അവനെ ആക്ഷേപിച്ച് നീ സംസാരിക്കണ്ട. മനസ്സിൽ തട്ടി മകന്റെ സ്ഥാനത്ത് എനിക്ക് ഒന്നേ ഉള്ളൂ. അവനെ നീ ചോദ്യം ചെയ്യണ്ട, പിന്നെ എന്റെ തീരുമാനത്തെയും ചോദ്യം ചെയ്യണ്ട. അമ്മാവാ, എന്താന്ന് വെച്ചാൽ കൊടുത്തേക്കാം. അതോടെ തീരുമല്ലോ അവളുടെ താല്പര്യങ്ങൾ. വേണ്ടടാ, സത്യം പറഞ്ഞ ഇവള് നമ്മളോട് ചെയ്തതിന് നേരിട്ട് കാണുമ്പോ ഇവിടെ കൊല്ലുകയാ വേണ്ടിയിരുന്നേ. അത് നമ്മൾ ചെയ്തില്ലല്ലോ. ഏടി പെണ്ണെ, സ്വത്തിന്റെ കാര്യത്തിൽ നിനക്ക് തർക്കമുണ്ടെങ്കിൽ നിനക്ക് കോടതി പോകാം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, ഉള്ളതൊക്കെ വിറ്റു തോലച്ച് ഞാൻ കേസ് നടത്തിയാലും നിനക്കൊരു നയാ പൈസ പോലും തരികയില്ല എന്നുള്ളത് എന്റെ ഒരു തീരുമാനമാ. കേട്ടോടി, മാറടി മുന്നിന്ന്. വാ നീ.
ഭഗവാനെ, ഈ ഒരു അവസ്ഥയില് എന്തിനാ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന? ഇതിനേക്കാളും എന്റെ ജീവൻ എടുക്കായിരുന്നില്ലേ? ആരെ എത്ര നിർബന്ധിച്ചാലും ഒരു കാമ്പട്ടിക്കാരിയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു താലി കഴുത്തിലിടാൻ എനിക്ക് പറ്റില്ല. മക്കളെ ബോധ്യപ്പെടുത്താൻ കിട്ടിയതാണെങ്കിലും ഇതെനിക്കൊരു ഭാരമാണ്. ഇത് ഇവിടുത്തെ മുമ്പിൽ തന്നെ എന്നെ ഇറക്കി വെക്ക. ശിക്ഷയാണോ അനുഗ്രഹമാണോ എനിക്ക് ഇനിയും വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം, ചാവുന്നത് വരെ. അമ്മേ, ആദ്യ വാ, നമുക്ക് പോവാം. നിത്യമ്മേ, അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെന്താ അമ്മേ? നമുക്ക് പോവാം. അമ്മയോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. വാ, പോവാം. നിന്റെ താലി എവിടെ? വിവാഹം കഴിഞ്ഞു വന്ന അന്ന് തന്നെ താലി ഊരി മാറ്റിയോ? അങ്ങനെയാണെങ്കിൽ അതൊരു ശരിയായ വിവാഹമല്ലല്ലോ. ഹാ, നീ എന്താണ് ഇതൊക്കെ അന്വേഷിക്കുന്നേ? അന്വേഷിക്കാൻ അധികാരം ഉള്ളതുകൊണ്ട്. കുറച്ചു മുൻപേ അധികാരമുള്ളൊരുത്തന് ഇവിടുന്ന് പോയി. അവനെ എന്തു പറഞ്ഞു പറ്റിച്ചാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന് എനിക്കറിയില്ല. സത്യം പറയടി, നിങ്ങൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉത്തരം നിങ്ങൾ പറഞ്ഞാലും മതി. നല്ല മിടുക്കുള്ള അമ്മയാണല്ലോ. സ്വന്തം മകന്റെ ഭാര്യയെ മറ്റൊരു പുരുഷന് ദാനം കൊടുത്ത അമ്മ. നിനക്ക് കല്യാണത്തിന്റെ കാര്യമില്ലേ അറിയേണ്ടത്? പറ, കല്യാണത്തിന്റെ കാര്യം തന്നെ പറ. എന്നെയും ജീവനെ ഒരേപോലെ പറ്റിക്കാനല്ലേ ഈ കല്യാണം? അല്ലെങ്കിൽ നീ നിന്റെ താലി കാണിക്കടി. ആരും ആരെയും പറ്റിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിനക്കറിയേണ്ടത് താലിയുടെ കാര്യമാണെങ്കിൽ ദാ അതെന്റെ കയ്യിലുണ്ട്. ഇതിന്റെ കൊഴുത്തൊന്ന് മുറുക്കാൻ വേണ്ടി ഞാൻ ഊരി വാങ്ങിച്ചതാ. ഇനിയിപ്പം നിന്റെ സംശയം പൊട്ടിമുളച്ച് നിൽക്ക്. അതിനി വേണ്ട. നിത്യ ഒന്നിങ്ങി വന്നേ. വാ.
എന്തായാലും കൊള്ളാം. പുതിയ തലമുറയിൽപ്പെട്ടവര് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉടനെ വേദവും പുരാണവും കൊണ്ട് ഇറങ്ങിക്കോളും. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന അഭ്യാസം കുറച്ചു കൂടിപ്പോയി. സാരമില്ല, നിങ്ങൾക്ക് പണി തരാൻ ആളുള്ളപ്പോ എനിക്കധികം വിയർക്കേണ്ടി വരില്ല. ശരിയെന്നാ. നിത്യ, കാര്യങ്ങളൊക്കെ അല്പം മുമ്പാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചതിൻ്റെ പേരിൽ അമ്മയെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് തന്നെ വല്ലാതെ സ്നേഹിക്കുന്നൊരമ്മയെ ഞാൻ കാണുന്നുണ്ട്.